കമ്മ്യൂണിസം സാമൂഹിക സാമ്പത്തിക തുല്യതയും വർഗരഹിതമായ ഒരു സമൂഹവും വാഗ്ദാനം ചെയ്ത ഒരാശയമാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ലോകമെമ്പാടും നടപ്പിലാക്കിയ നയങ്ങൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അതിക്രമങ്ങൾക്ക് കാരണമായി. മലയാളി പ്രേക്ഷകർക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ കമ്മ്യൂണിസത്തിൻ്റെ പേര് പറഞ്ഞ് നടത്തിയ അതിക്രമങ്ങളുടെ ചരിത്രം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ വിശദമായി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ഈ വീഡിയോയിൽ സോവിയറ്റ് യൂണിയൻ, ചൈന, കംബോഡിയ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ മൂലമുണ്ടായ മനുഷ്യ ദുരന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. വെൽക്കം ബാക്ക്. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ മുതലാളിത്തത്തിൻ്റെ അനീതികൾക്കെതിരെ ഒരു വർഗരഹിത സമൂഹം സൃഷ്ടിക്കാനുള്ള ഒരാശയം മുന്നോട്ട് വെച്ചു. തൊഴിലാളി വർഗത്തിൻ്റെ അധികാരം ഉറപ്പാക്കുക, ഉൽപ്പാദന മാർഗങ്ങൾ ദേശീയവൽക്കരിക്കുക, സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കുക എന്നിവയായിരുന്നു മാർക്സിൻ്റെ പ്രധാന ആശയങ്ങൾ. എന്നാൽ ഈ ആശയങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കിയപ്പോൾ ഭരണകൂടങ്ങൾ സ്വേച്ഛാധിപത്യത്തിലേക്കും ഭീകരവാദത്തിലേക്കും വഴുതി വീണു. 1917 റഷ്യൻ വിപ്ലവത്തോടെ ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിതമായത് സോവിയറ്റ് യൂണിയനിൽ ആയിരുന്നു. വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്തു. എന്നാൽ ജോസഫ് സ്റ്റാലിൻ്റെ ഭരണകാലത്താണ് സോവിയറ്റ് യൂണിയനിൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നത്. സ്റ്റാലിൻ്റെ ഭരണത്തിൽ ഗുലാഗ് എന്ന പേരിൽ ക്യാമ്പുകൾ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാഷ്ട്രീയ എതിരാളികൾ, അഭിപ്രായ വ്യത്യാസമുള്ളവർ, കർഷകർ, ബുദ്ധിജീവികൾ, മതനേതാക്കൾ എന്നിവരെ ഈ ക്യാമ്പുകളിൽ തടവിലാക്കി. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്യാമ്പുകളിൽ മരണപ്പെട്ടു. കഠിനമായ അധ്വാനം, പട്ടിണി, ശാരീരിക പീഡനങ്ങൾ എന്നിവ ഗുലാഗുകളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. 1930കളിൽ സ്റ്റാലിൻ്റെ മഹാശുദ്ധീകരണം എന്ന പേര് നൽകി തൻ്റെ എതിരാളികളെ ഇല്ലാതാക്കി. ലക്ഷക്കണക്കിന് ആളുകൾ വിചാരണകളില്ലാതെ വധിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ, സൈനിക ഉദ്യോഗസ്ഥർ, സാധാരണ പൗരന്മാർ എന്നിവർ ഈ ശുദ്ധീകരണത്തിൻ്റെ ഇരകളായി. ഏകദേശം 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകൾ ഈ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. 1932-33 കാലഘട്ടത്തിൽ ഉക്രൈനിൽ നടന്ന കൃത്രിമ ക്ഷാമം ഹോളോഡോമോർ എന്നറിയപ്പെടുന്നു. സ്റ്റാലിൻ്റെ കൂട്ടായ കൃഷിനയം കർഷകരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. ധാന്യങ്ങൾ ബലമായി പിടിച്ചെടുത്തതിനാൽ ലക്ഷക്കണക്കിന് ഉക്രൈനിയൻ കർഷകർ പട്ടിണി മൂലം മരിച്ചു. ഏകദേശം 30 ലക്ഷം മുതൽ 70 ലക്ഷം വരെ ആളുകൾ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടുവെന്നാണ് കണക്കുകൾ. ചൈനയിൽ 1949 മാവോ സെതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിതമായി. മാവോയുടെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പദ്ധതി ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിലൊന്നായി മാറി. വ്യാവസായികവും കാർഷികവുമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട ഈ പദ്ധതി യാഥാർത്ഥ്യബോധമില്ലാത്ത നയങ്ങളാൽ പരാജയപ്പെട്ടു. കർഷകർ നിർബന്ധിതമായി കൂട്ടായ കൃഷി സംഘങ്ങളിൽ ചേർക്കപ്പെട്ടു. ധാന്യ ഉൽപ്പാദനം കുറഞ്ഞു. ഇതിൻ്റെ ഫലമായി 1.5 കോടി മുതൽ 4.5 കോടി വരെ ആളുകൾ പട്ടിണി മൂലവും രോഗം മൂലവും മരണപ്പെട്ടു. 1966-76 കാലഘട്ടത്തിൽ മാവോയുടെ സാംസ്കാരിക വിപ്ലവം ചൈനയെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടു. പഴയ സാംസ്കാരിക പാരമ്പര്യങ്ങൾ, ബുദ്ധിജീവികൾ എന്നിവയെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട ഈ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് ആളുകളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. റെഡ് ഗാർഡ്സ് എന്ന് വിളിക്കപ്പെട്ട യുവാക്കൾ, അധ്യാപകർ, ബുദ്ധിജീവികൾ, മതനേതാക്കൾ എന്നിവരെ ആക്രമിച്ചു. ഏകദേശം 20 ലക്ഷം ആളുകൾ ഈ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1975-79 കാലഘട്ടത്തിൽ കംബോഡിയയിലെ ഖമർ റൂഷ് ഭരണകൂടം പോൾ പോട്ടിൻ്റെ നേതൃത്വത്തിൽ ലോകത്തെ ഞെട്ടിച്ച ഒരു ജനമന്മാരണം നടത്തി. കാർഷിക യൂട്ടോപ്പിയ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ ഖമർ റൂഷ് നഗരവാസികളെ ഗ്രാമങ്ങളിലേക്ക് നിർബന്ധിതമായി മാറ്റി. ബുദ്ധിജീവികളെ, മതനേതാക്കളെ, വിദ്യാസമ്പന്നരെ എന്നിവരെ വ്യവസ്ഥാപിതമായി കൊന്നുവെക്കി. കില്ലിംഗ് ഫീൽഡ്സ് എന്നറിയപ്പെടുന്ന കൂട്ടക്കൊലകൾ കംബോഡിയൻ ജനതയുടെ 1/4, അതായത് ലക്ഷം ആളുകളെ ഇല്ലാതാക്കി. പട്ടിണി, നിർബന്ധിത അധ്വാനം, വധശിക്ഷ എന്നിവ മൂലം ഈ മരണങ്ങൾ സംഭവിച്ചു. ഈ ഭീകര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എത്രമാത്രം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാമെന്നതിൻ്റെ ഉദാഹരണമാണ് ഉത്തര കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കിം ഇൽ സുങ്, കിം ജോങ് ഇൽ, കിം ജോങ് ഉൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നും ലോകത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഭരണകൂടങ്ങളിലൊന്നാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടനം, ചലന സ്വാതന്ത്ര്യം എന്നിവ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തര കൊറിയയിലെ രാഷ്ട്രീയ തടവുകാർക്കായുള്ള ക്യാമ്പുകൾ ഗുലാഗിനെ അനുസ്മരിപ്പിക്കുന്നവയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്യാമ്പുകളിൽ കഠിനമായ അധ്വാനത്തിനും പീഡനത്തിനും വിധേയരാകുന്നു. പട്ടിണിയും ദാരിദ്ര്യവും രാജ്യത്തെ പിടികൂടിയിരിക്കുന്നു.
എന്നാൽ ഭരണകൂടം ആഡംബര ജീവിതം നയിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ലോകമെമ്പാടും ഏകദേശം 10 കോടി മനുഷ്യജീവനുകൾ നശിപ്പിച്ചതായി ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന പുസ്തകം കണക്കാക്കുന്നു. ഇതിൽ ഉൾപ്പെടുന്നവ സോവിയറ്റ് യൂണിയൻ 2 കോടി മരണങ്ങൾ, ചൈന 6.5 കോടി മരണങ്ങൾ, കംബോഡിയ 20 ലക്ഷം മരണങ്ങൾ, ഉത്തര കൊറിയ, വിയറ്റ്നാം, മറ്റ് രാജ്യങ്ങൾ ബാക്കി മരണങ്ങൾ. ഈ മരണങ്ങൾ കൊലപാതകങ്ങൾ, പട്ടിണി, നിർബന്ധിത അധ്വാനം, ക്യാമ്പുകൾ എന്നിവ മൂലമാണ് സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തുല്യത എന്ന ആശയത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ സ്വാതന്ത്ര്യവും അന്തസ്സും നിഷേധിച്ചു. കേരളത്തിൽ കമ്മ്യൂണിസം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വേരുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നടത്തിയ അതിക്രമങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. സാമൂഹിക നീതിയും തുല്യതയും വാഗ്ദാനം ചെയ്യുന്ന ഏതാശയവും അത് പ്രായോഗികമായി നടപ്പിലാക്കുമ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ ഭീകരതകൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും അന്തസ്സിൻ്റെയും മൂല്യം ഓർമ്മിപ്പിക്കുന്നു. മലയാളി പ്രേക്ഷകർക്ക് ഈ ചരിത്രം പഠിക്കുകയും ഭാവിയിൽ ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുകയും വേണം. സ്വാതന്ത്ര്യവും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇത്രയധികം തോന്നിവാസം കാണിച്ച ആശയവും അതിലെ നേതാക്കന്മാരെയാണ് ഇന്നും കേരളത്തിലും മറ്റു രാഷ്ട്രങ്ങളിലും ഹീറോ ആയി ചിത്രീകരിക്കപ്പെടുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം പാവപ്പെട്ടവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് അവരെ മണ്ടന്മാരാക്കുക എന്നതാണ്. എന്നാൽ അങ്ങനെയുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയായിട്ട് മുട്ടുകുനിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. കമ്മ്യൂണിസം ഒരു ആദർശമായ ആകർഷമായിരുന്നെങ്കിലും അതിൻ്റെ പ്രയോഗത്തെ ലോകത്തിന് നൽകിയത് ദുരന്തങ്ങളും ദുഃഖങ്ങളുമാണ്. സോവിയറ്റ് യൂണിയൻ, ചൈന, കംബോഡിയ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിലെ ഭരണകൂടങ്ങൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇരുണ്ട അധ്യായങ്ങൾ രചിച്ചു. ഈ ചരിത്രം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും അന്തസ്സും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.